ടെമ്പിൾ ഏരിയയിൽ ചെയ്യുന്ന ഹെയർ ട്രാൻസ്പ്ലാന്റ് എത്രത്തോളം എഫക്റ്റീവ് ആണ്? ഹെയർ ട്രാൻസ്പ്ലാന്റിന് കൺസൾട്ടേഷൻ വരുമ്പോൾ ചില ക്ലയൻസ് നമ്മളോട് ഈ ഒരു ടെമ്പിൾ ഏരിയയിൽ കൂടെ ഒന്ന് വെച്ച് തരാമോ എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ മിക്ക കേസിലും അത് സജസ്റ്റ് ചെയ്യാറില്ല. അതിന് കാരണം കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. മെയിൻ ആയിട്ട് ഈ ഒരു സൈഡിലെ സ്കിൻ എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള ഒരു സ്കിന്നാണ്. അപ്പം നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്കാറിങ് ഫോം ചെയ്തിട്ട് അത് എടുത്തു കാണിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ വളരെ ബേബി ഹെയർസ് പോലത്തെ അല്ലെങ്കിൽ തിന്നായിട്ടുള്ള ഹെയർസ് ആണ് ഉള്ളത്. അത് നമ്മൾ ഏജ് കൂടുമ്പോൾ അത് കയറി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ അവിടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു ഹൈ മെയിൻ്റെനൻസ് അവിടെ കൊടുത്തില്ലെങ്കിൽ അത് കാലക്രമേണ അത് വെച്ച ഹെയർസ് കുറച്ച് കാലം കൂടെ അവിടെ ഉണ്ടാവും, പക്ഷെ അതിന്റെ ബാക്കിലോട്ടുള്ള ഹെയർസ് പൊക്കോണ്ടിരിക്കും. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ അതൊരു വൃത്തികേടാവാനുള്ള ചാൻസും ഭയങ്കര കൂടുതലാണ്. മൂന്നാമത്തേന്ന് പറഞ്ഞ ഹെയറിന്റെ ടെക്സ്ചർ ഡിഫറൻസ് ആണ്. നമ്മൾ ഇവിടുന്ന് എടുക്കുന്ന ഹെയർസിന്റെ ടെക്സ്ചറും ഇവിടുത്തെ ഹെയറിന്റെ ടെക്സ്ചറും വ്യത്യാസമാണ്. അപ്പം നമ്മൾ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എടുത്തറിയാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പം ഇത്രയും പോസിബിലിറ്റീസ് ഉണ്ടായതുകൊണ്ട് യൂഷ്വലി നമ്മൾ അവിടെ ചെയ്യുമ്പോൾ വളരെ തിന്നായിട്ടുള്ള ഗ്രാഫ്റ്റുകൾ മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് ആ ഒരു പ്രോപ്പർ ആംഗുലേഷനിൽ അത് ഒരു പ്രോപ്പർ ഡെപ്തിൽ നമ്മൾ വെക്കുവാണെങ്കിൽ ആ ഒരു അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റും.